ഹായ് എവരി വൺ. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ പറയുന്നത് പച്ചക്കളവാണെങ്കിൽ ഈ പണി ഞാൻ നിർത്തും. ഓക്കെ, കുറച്ച് പേര് കമൻ്റ് ഇടുന്നത് ഞാൻ വെറുതെ പറയുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെ തെളിവുകളുണ്ട്. പോസ്റ്റർ അടങ്ങുന്ന, വീഡിയോ ക്ലിപ്പ് അടങ്ങുന്ന തെളിവുകൾ ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു മക്കളെ, എന്നെ തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. വിജയിക്കുന്നത് അനുമോളാണ്, അനീഷിന് കിട്ടുന്നത് 3ാം സ്ഥാനമെന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? എ ടു സെഡ് ഞാൻ തെളിവ് വെച്ച് പറയാം. ഒരു കാര്യം ആദ്യം പറയുകയാണ്, അനുമോളെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം 101% വിജയിച്ചു കഴിഞ്ഞ മക്കളെ. അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ഒന്ന് ഫുള്ളായി കാണണം. എന്താണ് ഞാൻ പറയുന്നത്? എവിടെയാണ് അനീഷിന് പാളിയത്? 2ാം സ്ഥാനത്ത് ആരാണ്? എങ്ങനെയാണ് അയാൾ 2ാം സ്ഥാനത്ത് എത്തിയത്? ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത് ആരാണ് ടോപ്പ് 5-ൽ. അതിനുശേഷം അനുമോളെ തെറി വിളിച്ചുകൊണ്ട് സാബുമോൻ, അറിയുമല്ലോ നിങ്ങൾക്ക്, സീസൺ 1 വിജയിയായ സാബുമോൻ അനുമോളെ തെറി വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം തൊപ്പിയും അഖിൽമാരാറും പൊറിഞ്ഞടിയാണ്. ഡോക്ടർ രജിത് കുമാർ വീണ്ടും വലിയൊരു പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം ടോപ്പ് 5 ആരെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, 1ാം സ്ഥാനത്ത് അനുമോളാണ്. ഓക്കെ, 2ാം സ്ഥാനത്ത് അക്ബർ, 3ാം സ്ഥാനത്ത് അനീഷ്, 4ാം സ്ഥാനത്ത് ഷാനവാസ്, 5ാമത് നെവിൻ. എന്തുകൊണ്ട് 2ാം സ്ഥാനം അക്ബർ? നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണണം. അതായത് ഹിന്ദി ബിഗ് ബോസിൽ നിന്നും അക്ബർ ഓരോ ദിവസവും 80,000 വരുന്ന വോട്ട് മറിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മിനിമം അക്ബറിന് എന്തില്ലെങ്കിൽ ഒരു ദിവസം ഒരു 10-25,000 വോട്ട് അക്ബറിന് കിട്ടും മിനിമം. നെവിനൊരു 10-15,000 വോട്ട് കിട്ടും. ഓക്കെ, എന്തായാലും അക്ബറിന് ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ അക്ബറിന് ഹിന്ദി ബിഗ് ബോസിൽ നിന്നും 80,000 വോട്ട് ഒരു ദിവസം കിട്ടുമ്പോൾ നിങ്ങൾ നോക്ക് അക്ബറിന്റെ ഗ്രാഫ് എങ്ങനെ ഉയരുമെന്ന്. അക്ബർ, അതായത് അക്ബർ വിന്നർ എന്നാണ് കുറേ പേര് പറയുന്നത്. വിന്നർ ഒന്നുമല്ല, അനുമോൾ അക്ബറേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് അനീഷിന് 3ാം സ്ഥാനം ഞാൻ കൊടുത്തത്. കാരണം അത്രയധികം വോട്ടുണ്ട് ഇവിടെ അക്ബറിന്. ഈ പറയുന്ന നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വ്യാജ വോട്ടുകൾ ഞങ്ങൾ എടുക്കൂല. അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് കള്ള വോട്ടുകൾ എടുക്കൂല, ഹിന്ദി ബിഗ് ബോസ്, ആന്ധ്ര ബിഗ് ബോസിൽ നിന്നൊക്കെ വരുന്ന വോട്ട് ഞങ്ങൾ എടുക്കൂല എന്നാണ് ലാലേട്ടനും ബിഗ് ബോസും പറഞ്ഞത്. ആ കാരണത്തിലാണെങ്കിൽ നമ്മുടെ അനീഷ് 2ാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലാത്ത പക്ഷം ഈ പറയുന്ന ഹിന്ദി ബിഗ് ബോസിന്റെ വോട്ട് അവിടെ കൂട്ടുകയാണെങ്കിൽ അക്ബറിനാണ് 2ാം സ്ഥാനം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡോക്ടർ രജിത് കുമാർ വലിയൊരു പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സീസൺ 7 ഞാൻ എടുത്തു പറഞ്ഞാൽ വന്നപ്പോഴെങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്ന നെവിനും അക്ബറിനെയും ജനം ആരാധിക്കും. അവർ കപ്പ് നേടുകയോ 50 ലക്ഷം നേടുകയോ നേടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ഈ സീസണിൽ ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നതും അംഗീകാരങ്ങൾ ഉണ്ടാകുന്നതും ഇഷ്ടപ്പെടുന്നതും അത് ഈ 2 പേർക്കുമാണ്. രജിത് കുമാറെ, ഒരു കാര്യം പറയട്ടെ, തലയിൽ ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടോ? അല്ല വയസ്സായതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ? സത്യം പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ മത്സരം അനീഷും ഈ പറയുന്ന അനുമോളുമാണ്. നമുക്ക് എല്ലാവർക്കും പറയും അക്ബർ ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വോട്ട് മറിച്ചത് കൊണ്ടാണ് അക്ബറിന് 2ാം സ്ഥാനം ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഇതെന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടുണ്ടോ? എപ്പിസോഡ് കണ്ട ആരും അനുമോളുടെ പേരാണ് പറയുന്നത്. 1ാം സ്ഥാനം അനുമോൾ തന്നെയാണ്. പാവപ്പെട്ട പെൺകുട്ടിയെ എത്ര പേരാണ് അവിടെ ആക്രമിച്ചത്? അതൊരു പെണ്ണല്ലേ, അതൊരു മനുഷ്യജീവിയല്ലേ? അതിനിട്ടിട്ട് അവിടെ എല്ലാവരും ആക്രമിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന അക്ബർ അല്ലെങ്കിൽ നെവിൻ 1ാം സ്ഥാനത്ത് നിന്ന്. പിന്നെ അതായത് ഇത്രയെങ്കിലും കോമൺ സെൻസ് ഉള്ള ആൾക്കാർ അക്ബർ ഈ നമ്മുടെ അനുമോളെ പേര് പറയും, അല്ലെങ്കിൽ അനീഷിൻ്റെ പേര് പറയും. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വളരെ പുച്ഛമാണ് രജിത് കുമാറെ നിങ്ങളോട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അതിനുശേഷം സാബുമോനും നമ്മുടെ അനുമോളെ തെറി വിളിക്കുകയാണ്. നിങ്ങൾ നോക്കൂ ഈ പോസ്റ്റ്. ബിഗ് ബോസിലെ ഏറ്റവും മോശം മത്സരാർത്ഥി അനുമോളെന്ന് മുൻ വിജയി സാബുമോൻ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നു? ഒരിക്കലുമില്ല. ആ പൊട്ടൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇവന്മാരൊക്കെ നമ്മൾ എന്തിനു വോട്ട് കൊടുത്തു? ഈ പറയുന്ന സാബുമോനൊക്കെ ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടോ സാബുമോനെ തനിക്ക്? സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി അവിടെ ഇട്ട് ആക്രമിക്കുന്നത് ഇവനൊന്നും കാണുന്നില്ലേ? അതൊരു പെൺകുട്ടിയല്ലേ? അതിനെ ഇട്ടിട്ട് ഈ പോയ ബിൻസി, ശൈത്യ തുടങ്ങിയ എല്ലാവരും ആ ഒരു പിഞ്ചോമന പൈതളിനെ കുത്തുകയാണ് അവിടെ. ഇവർക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? ഇവരൊക്കെ കണ്ണില്ലേ? കണ്ണ് കാണുന്നില്ല ഇവർക്കൊക്കെ? ആ പാവപ്പെട്ട പൊന്നുമോളെ അതിൻ്റെ അകത്തിട്ട് അതിൻ്റെ ശേഷം പറയുകയാണ് വൃത്തികെട്ടവൾ അനുമോളെന്ന്. ഞാൻ ആകെ ഷോക്കാണ് മക്കളെ. പൊന്നു പ്രേക്ഷകർ, ഇതൊന്നുമല്ല. അതിനുശേഷം നമ്മുടെ അഖിൽമാരാറും തൊപ്പിയും വലിയ രീതിയിൽ വഴക്കാണ്. നമുക്ക് ആദ്യം, അതായത് ഇന്നലെ രാത്രി ലൈവിൽ അഖിൽമാരാരെ തെറി വിളിച്ചിട്ടുണ്ട് നമ്മുടെ തൊപ്പി. എന്താണ് ഈ വിഷയത്തിൽ, എങ്ങനെയാണ് ഈ വിഷയം തുടങ്ങിയത്? നമുക്ക് ആദ്യം അഖിൽമാരാർ എന്താണ് തൊപ്പിയെ കുറിച്ച് പറഞ്ഞത്, അതിനുശേഷം അതിന് റീപ്ലേ തൊപ്പി കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ,
അക്ബറിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ PR ഗ്രൂപ്പുകളുണ്ട്. ഷാനവാസിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ PR ഗ്രൂപ്പുകളുണ്ട്. അതിലിപ്പോൾ അക്ബറിന്റെയൊക്കെ PR സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ, അതായത് ഞാൻ നോക്കിയപ്പോൾ ഒരു മാസം മുൻപ് പാലസ്തീൻ വിഷയത്തെ പോലും അനുകൂലിച്ചുകൊണ്ട് അക്ബറിന്റെ വൈഫ് ഇട്ടേക്കുന്ന വീഡിയോയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് പാലസ്തീനോടുള്ള സ്നേഹമുണ്ടെന്നല്ല, കാര്യം അടുത്തിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ, ഈ പാലസ്തീനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാ മത്സരാർത്ഥികളും എടുക്കുന്നുണ്ട്. നാളെ ഒരുപക്ഷെ അനുമോൾ ജയിച്ചാൽ അതൊരു PR ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക. തൊപ്പിയെപ്പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുകൊണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അഖിൽ മാരാർ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ തൊപ്പിയെ വിമർശിക്കുന്നല്ല, തൊപ്പിയോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. മോനെ തൊപ്പി, ഒന്നെങ്കിൽ ബിഗ് ബോസ് ഫുള്ളായി കാണണം, അതുമല്ലെങ്കിൽ നീ ബിഗ് ബോസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്കെങ്കിലും റിവ്യൂ പറയണം. ഈ പറയുന്ന തൊപ്പി 98ാം ദിവസം വരെ ബിഗ് ബോസ് എന്തെന്ന് പോലും അറിയാതെ തൊപ്പിക്ക് ആരൊക്കെയാണ് അവിടെ കണ്ടസ്റ്റന്റ്, ആർക്കൊക്കെ എത്ര വോട്ട് കിട്ടുന്നുണ്ട്, ആർക്കാണ് പ്രേക്ഷക സപ്പോർട്ട്, ഇതൊന്നും അറിയാതെ തൊപ്പി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 99ാം ദിവസത്തിൽ അനീഷിന് വോട്ട് പിടിക്കാൻ വരുന്നു. അത് തെറ്റല്ലേ? അതായത് ഞാൻ പറഞ്ഞത് തൊപ്പിക്ക് 1.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. തൊപ്പി നിങ്ങൾ അനീഷിന് വോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 5 ലക്ഷം വോട്ടെങ്കിലും അനീഷിന് കിട്ടും. തൊപ്പിക്ക് അത്രയും ഫാൻസ് ഉണ്ട്. ഇപ്പോൾ ഷാജാന് തൊപ്പിയെ നായിൻ്റെ മോനെ അങ്ങനെയൊക്കെ വിളിച്ചല്ലോ, ഷാജാൻ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഷാജാൻ്റെ ഫോളോവേഴ്സാണ് കുറഞ്ഞത്, തൊപ്പിക്ക് ഒരു ഇത്തിരി പോലും കുറഞ്ഞില്ല. അപ്പോൾ അത്രയും പബ്ലിക്കിൽ ഒരു സപ്പോർട്ടുള്ള തൊപ്പി ഈ പണിയെടുത്തത് തെറ്റെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. അതായത് തൊപ്പിക്ക് ഈ പറയുന്ന അനീഷിന് വോട്ട് ചോദിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തൊട്ടേ ചോദിക്കുന്നെങ്കിൽ ഓക്കെ, ഞങ്ങളൊക്കെ ഈ ബിഗ് ബോസിൻ്റെ കാര്യം ആദ്യം ചർച്ച ചെയ്യുന്നവരാണ്. ഇത് ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അനീഷിന് വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞത് അതിൽ ഞാൻ യോജിക്കുന്നില്ല. എന്തായാലും തൊപ്പി അതിന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അഖിൽ മാരാർ പറയുന്നത് ഞാൻ അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചത് പൈസ വാങ്ങിയിട്ടാന്നാ പറയുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? അഖിൽ മാരാർ, നിങ്ങളോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. നിങ്ങളൊരു ജെനുവിൻ മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത് അങ്ങനെയാ. ഇനി അതില്ല, മനസ്സിലാ? പച്ച കള്ളം വന്നിട്ട് വെറുതെ നിങ്ങളെ ഫീൽഡ് ഔട്ട് ആകുന്നതിന് ഈ തൊപ്പിന്റെ നെഞ്ചത്തോട്ട് എന്തിനാണ് കയറുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അനുമോളിന് PR എടുക്കണമെങ്കിൽ PR എടുത്തോ. ഇനി ഞാൻ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതെന്ന് എങ്ങനെ നിങ്ങൾ പറയാൻ പറ്റും? അതിനൊരു തെളിവ് കാണിക്കാൻ പറ്റുമോ? ഒരു തെളിവ്. ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഇതുവരെ 10 പൈസ PR വേണ്ടില്ല ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വോട്ട് വെച്ചിട്ട് 10 പൈസ ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ, അത് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ പ്രൂഫ് അടക്കം വീഡിയോട്, അല്ലാണ്ട് വെറുതെ വന്നിട്ട് എന്തെങ്കിലും എല്ലാം കൊണക്കല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു തെളിവും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ തൊപ്പി പൈസ വാങ്ങിയിട്ട് എങ്ങനെ നിങ്ങൾ പറയല്? നിങ്ങളൊരു ജെനുവിൻ മനുഷ്യനാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തത്. ഇനി അതില്ല മോനെ, ഞാൻ കാര്യമല്ല. വൃത്തികെട്ട സ്വഭാവം പച്ച കള്ളം വന്നിട്ട് വെറുതെ വന്നിട്ട് പറയാം. പൊന്നു പ്രേക്ഷകരെ, തൊപ്പിക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്. അല്ല തൊപ്പി, ഒരു കാര്യം, ഞാൻ മാരാരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഒരു കാര്യം പറയുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ 98 ദിവസം വരെ കാണാത്ത ഒരാൾ 99ാം ദിവസം അനീഷിന് വോട്ട് പിടിക്കുമ്പോൾ ആരായാലും ജസ്റ്റ് ഒന്ന് സംശയിക്കൂല ഇത് പൈസ മേടിച്ചിട്ടാണോ എന്ന്. ഇപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്ന ഒരാൾ വേറെന്തോ ഒരു രാഷ്ട്രീയം പറയുന്ന ഒരാളാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് സങ്കല്പിക്കൂ. രാഷ്ട്രീയം പറയുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ. പെട്ടെന്നൊരു ദിവസം വന്ന് അനീഷിന് സപ്പോർട്ടും അനീഷിന് വോട്ട്, അല്ലെങ്കിൽ അനുമോൾക്ക് സപ്പോർട്ട് അനുമോൾക്ക് വോട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം വരൂലേ? അത് തന്നെയാണ് ഇവിടെ മാരാർക്കും സംഭവിച്ചത്. തൊപ്പി അങ്ങനെ മാത്രം അതിനെ എടുത്താൽ മതി. ഓക്കെ, പൊന്നാര പ്രേക്ഷകരെ, നമ്മുടെ പുറത്തായ ഈ നൂറയില്ലേ, ഈ അനീഷിനെ കുറിച്ചും അനുമോളെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അക്ബറിനെ കുറിച്ചും. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അനീഷേട്ടൻ്റെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയാം. നെഗറ്റീവ് ഞാൻ പറയാം. നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരാളുടെ ക്ലോസ് ആവുകയാണെങ്കിൽ, അയാൾ തെറ്റ് ചെയ്യുകയാണെങ്കിലും അത് ശരിയാക്കി കാണും. അയാളുടെ എന്ത് തെറ്റും പുള്ളിക്കാരന് ശരിയായിരിക്കും. പിന്നെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഒരു മനുഷ്യനാണ്, ജെന്യുവിൻ ആണ് ആൾ. അക്ബർ നെഗറ്റീവ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ കുറച്ച് എന്താ പറയുക, കുത്തിത്തിരിപ്പൊക്കെ ഉണ്ട്. പോസിറ്റീവ് പറഞ്ഞാൽ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ്. അനുമോളുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിലാണ്. ഒബ്വിയസ്ലി അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പോസിറ്റീവ് എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കും എല്ലാവർക്കും. ഷാനവാസ്ക നെഗറ്റീവ് പറയുകയാണെങ്കിൽ ടു പേഴ്സണൽ എടുക്കും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും തമാശക്ക് പറയുകയാണെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും. ഗ്രഡ്ജ് ഹോൾഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്.
പിന്നെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സാണ്. നെവിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയത് ആള് വാരി വലിച്ച് കഴിക്കും, ഹെൽത്ത് ഒന്നും നോക്കാതെ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പോസിറ്റീവ് പറയുകയാണെങ്കിൽ ആള് ഭയങ്കര ഓളമാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. പൊന്നാര പ്രേക്ഷകരെ, ഏറ്റവും അവസാനം വന്ന ഒരു പ്രൊമോ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, 100 ദിന ബിഗ് ബോസ് യാത്ര ഇനി ഇതാ ഇവിടെ വരെ. എന്തെല്ലാം വിസ്മയ കാഴ്ചകൾക്ക്, വികാര നിർഭര മുഹൂർത്തങ്ങൾക്കാണ് നമ്മൾ സാക്ഷിയായത്. ഇനി അറിയേണ്ടത് ഒന്ന് മാത്രം, ആര് നേടും പ്രേക്ഷക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ വിജയ കിരീടം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ഇന്ന് രാത്രി 7 മണിക്കൂർ മാത്രമല്ല ലാലേട്ടൻ, ഞങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പൊന്നുമോളായ കരളിൻ്റെ കഷ്ണമായ ഈ പറയുന്ന അനുമോൾ വിജയിച്ചു കഴിഞ്ഞു മക്കളെ. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.